നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും കൂപ്പുകുത്തിയിരിക്കുകയാണ് രൂപ. അതേ ദിർഹവുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വില വീണ്ടും താഴേക്ക് തന്നെ കൂപ്പുകുത്തി. 23 പൈസയുടെ ഇടിവോടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് UAE ദിർഹം എത്തിയതും ഇന്നലെ തന്നെ. ഒരു ദിർഹത്തിന് 21.66 രൂപ നൽകണം. ഡോളറുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് 79.49 ആയതിനു പിന്നാലെയാണ് ദിർഹത്തിന്റെ മൂല്യവും വർദ്ധിച്ചത്. IT ടെലികോം രംഗത്ത് ഉയർന്ന വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ഇടിവാണ് രൂപയുടെ മൂല്യം കുറച്ചത്. അതേസമയം പ്രവാസികൾക്ക് ഈ സാഹചര്യം ഗുണകരമാണ്. കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ ഈ സാഹചര്യം പ്രവാസികൾക്ക് ഉപയോഗപ്രദമായി തീരും എന്നാണ് അധികൃതർ പറയുന്നത്. അതേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മണി എക്സ്ചേഞ്ചുകളിൽ വമ്പൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ശമ്പളം ലഭിക്കുന്ന ഈ സമയത്തിൽ ഒട്ടനവധി പ്രവാസികളും ഈ സമയം മുതലാക്കി നാട്ടിലേക്ക് കരുതി വെച്ച പൈസ അയച്ചിട്ടുമുണ്ട്. അങ്ങനെ പ്രവാസികൾക്ക് ഈ സമയം ഏറെ ഗുണപ്രദമായിട്ടുണ്ട്. അതേസമയം പ്രവാസികൾക്കും നാട്ടിലെ ബന്ധുക്കൾക്കും ഒരു സന്തോഷ വാർത്ത കൂടി പറയട്ടെ. പ്രവാസികൾക്ക് ഇന്ത്യൻ അധികൃതരെ അറിയിക്കാതെ തന്നെ വിദേശത്തെ ബന്ധുക്കളിൽ നിന്ന് കൂടുതൽ പണം സ്വീകരിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് കേന്ദ്രം. ഇക്കാര്യം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി. ഇതിനായി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിൽ ഭേദഗതി വരുത്തി. ഭേദഗതി പ്രകാരം ഇനി മുതൽ വർഷം 10 ലക്ഷം രൂപ വരെ അധികൃതരെ അറിയിക്കാതെ നാട്ടിലേക്ക് അയക്കാം. നേരത്തെ 1 ലക്ഷം രൂപ വരെ അയക്കാനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. അയക്കുന്ന പണം 10 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ വ്യക്തികൾക്ക് ഇക്കാര്യം സർക്കാരിനെ അറിയിക്കാൻ 90 ദിവസത്തെ സമയമുണ്ടാകും എന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. നേരത്തെ ഇത് 30 ദിവസമായിരുന്നു അനുവദിച്ചത്. 2011 FCRA നിയമത്തിലെ 6, 9, 13 ചട്ടങ്ങളാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. പ്രവാസി ബന്ധുക്കളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചട്ടം 6. വിദേശത്ത് നിന്നുള്ള സംഭാവനകൾ സ്വീകരിക്കാനുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ് ചട്ടം 9. വിദേശത്ത് നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ എന്നിവയ്ക്ക് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കാനുള്ള സമയപരിധി 30 നിന്ന് 45 ദിവസമാക്കിയതായാണ് 9ാം ചട്ടത്തിലെ ഭേദഗതി. ചട്ടം 13 B വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുമുണ്ട്. പണം സംഭാവന നൽകിയ ആൾ, സ്വീകരിച്ച പണം, രശീതിയുടെ തീയതി തുടങ്ങിയവ സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും സ്വന്തം വെബ്സൈറ്റിൽ ഡിക്ലെയർ ചെയ്യണം എന്ന വ്യവസ്ഥയാണ് നീക്കിയത്. ഇതോടെ ഇനി മുതൽ FCRA പ്രകാരം വിദേശ സഹായം സ്വീകരിക്കുന്നവർ വിദേശ സഹായം, ഇൻകം എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്, പേയ്മെന്റ് അക്കൗണ്ട്, ഓരോ വർഷത്തെയും ബാലൻസ് ഷീറ്റ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ 9 മാസങ്ങൾക്കുള്ളിൽ ഔദ്യോഗിക വെബ്സൈറ്റിലോ കേന്ദ്രം നിർദ്ദേശിക്കുന്ന വെബ്സൈറ്റിലോ പ്രസിദ്ധപ്പെടുത്തിയിരിക്കണം. നേരത്തെ ഈ വിവരങ്ങൾ സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും പ്രസിദ്ധപ്പെടുത്തേണ്ടിയിരുന്നു. ഇതാണിപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.